എന്തായാലും നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു 20,000 ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. UDPൻ്റെ വോട്ട് എന്തായാലും അടുത്ത വർഷത്തിന് കിട്ടൂല. മൂന്നാളുകൾക്കും സാധ്യതയുണ്ട്. ജയിച്ചു കഴിഞ്ഞ് പറയാം ആരാ ജയിച്ചത്, അങ്ങനത്തെ സാഹചര്യം. ഇവിടെ UDF ജയിക്കാൻ സാധ്യത കാണുന്നുണ്ട്. PDP പീഡിതരായ ജനങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് സത്യം തന്നെയാണ്. അതൊന്നും ബാധിക്കൂല, അതൊക്കെ നനഞ്ഞ വടക്കാം കഴിഞ്ഞു പോയി. PDP ഒക്കെ കണക്കാരില്ല. ആര്യാടൻ ഷൗക്കത്ത് ഒരു ബഹുഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ആർക്കും വേണ്ട. ഇവിടെ സ്വരാജ് ജയിച്ചു. PDPൻ്റെ വോട്ടുകൾ വാങ്ങുന്ന എനിക്ക് അഭിപ്രായമല്ല. ഞാനൊരു ദൈവവിശ്വാസിയാണ്. മറഞ്ഞ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും ജയിക്കും ഒരാൾ. ഒന്നും പറയാനില്ല, സ്വരാജ് തന്നെ. ഷൗക്കത്ത് ജയിക്കും. ഈ അൻവർ ഏറിയോണ്ട് എങ്ങനെയാണെന്നില്ല, അല്ല അവനാശം കൊടുത്തോണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. PDP അങ്ങനത്തെ വർഗീയവാദികളല്ലല്ലോ, ആണോ? അല്ല, ജമാഅത്ത് ഇസ്ലാമി പോലെ വർഗീയവാദിയല്ല. അടുത്ത വർഷം ജയിക്കണം. മുഖ്യമന്ത്രി നല്ല ഭരണം കാഴ്ചവെക്കുന്നുണ്ട്. എല്ലാം കൊണ്ടല്ല, ഇപ്പോൾ ഒരു അഴിമതി ഇതൊന്നുമില്ല. നമ്മളൊക്കെ കാഴ്ചപ്പാടുള്ളത് ഞാൻ ഇവിടെ അപ്പം തീരുമാനിക്കൂ. അതുപോലെ സാധ്യത സ്വരാജ് ജയിക്കും. ആരും ഒന്നും പറയാൻ വയ്യ എങ്ങനെ എന്താന്നില്ലേ. ഇവിടെ സ്വരാജ് ജയിക്കും. ഇവിടെ UDFന് സ്ഥാനാർത്ഥി ജയിക്കും. ആര്യാടൻ ഷൗക്കത്ത് സ്വരാജ് ജയിക്കും എന്തായാലും. PDP വോട്ട് ഒരു തിരിച്ചടിയാൻ സാധ്യതയൊന്നുമില്ല. എൻ്റെയൊക്കെ അഭിപ്രായം ഷൗക്കത്ത് ജയിക്കുന്നുള്ളൂ. ഇവിടെ ആരാ ജയിക്കേണ്ടത്? BJP ആയിക്കോട്ടെ. BJP ആയിക്കോട്ടെ. അല്ല, അങ്ങനെ ആയിക്കോട്ടെ. PDPൻ്റെ വോട്ട് പറഞ്ഞാൽ ബാക്കി കക്ഷികളൊക്കെ എല്ലാ വോട്ടുകളും വാങ്ങുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഇത് വരുന്നത്. എൻ്റെ ഒരു മട്ടം എങ്ങനെ തന്നെ ഇടത് ജയിക്കണം. ഇടത് ജയിക്കും. അതൊന്നും ഇവിടെ ബാധിക്കില്ല. PDP അല്ലല്ലോ ഇവിടെ. PDP കൂടെ പ്രസക്തിയല്ലേ ഈ മണ്ഡലത്തിൽ. അതൊന്നും ബാധിക്കൂല, അതൊക്കെ നനഞ്ഞ വടക്കാം കഴിഞ്ഞു പോയി. PDP വർഗീയവാദിയാണ്. ഒരു വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ വോട്ട്, ഇടതുപക്ഷം പിന്തുണക്കുന്ന ആൾക്കാർ ആ വോട്ട് തന്നെ. ഇടതുപക്ഷം എടുക്കുന്നില്ല വോട്ട്. ഇടതുപക്ഷം ചോദിച്ചിട്ടുമില്ല. ഇടതുപക്ഷം അതിനെതിരാണ്. സാധ്യത സ്വരാജ്. PDPൻ്റെ വോട്ട് അങ്ങനെയല്ല, അവർ ഇങ്ങോട്ട് തരുന്നു, അങ്ങോട്ട് പോയി ചോദിക്കണമൊന്നുമില്ലല്ലോ. എന്തുകൊണ്ടും PDPൻ്റെ വോട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് എന്തായാലും എങ്ങനെയായാലും സ്വരാജ് ജയിക്കും. സ്വരാജിന് തിരിച്ചടിയൊന്നും ആകില്ല. സ്വരാജ് തന്നെ ഇവിടെ ജയിക്കും. അല്ലേ, PDPയുടെ നിലപാടുകളൊക്കെ മാറിയല്ലോ. PDP പീഡിതരായ ജനങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് സത്യം തന്നെയാണ്. ഞങ്ങൾ പൊതുവെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇവിടെ UDF ജയിക്കാൻ സാധ്യത കാണുന്നുണ്ട്. PDPയുടെ ഇടതുപക്ഷം വാങ്ങുന്നത് അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരോപണങ്ങൾ എല്ലാവരും എല്ലാ വർഗീയതയായിട്ട് വിട്ടുവീഴ്ചയായിട്ടുണ്ട്. അപ്പോൾ CPM തന്നെയാണ് സ്ഥിതി. അഖിലേന്ത്യാ ലീഗ് ഇല്ല അവരുടെ കൂടെ, കേരള കോൺഗ്രസ് ഇല്ലേ, കണക്ക് തന്നെ, ആദർശമൊക്കെ കണക്ക് തന്നെ. ജയിച്ചു കഴിഞ്ഞ് പറയാം ആരാ ജയിച്ചത്, അങ്ങനത്തെ സാഹചര്യം. മൂന്നാളുകൾക്കും സാധ്യതയുണ്ട്. ഷൗക്കത്ത് ജയിക്കണം. അതവിടെ നമുക്ക് മെച്ചം. മറ്റേ ജയിക്കാൻ പറ്റില്ല. എന്തായാലും ഇപ്പം വോട്ടിന് ജയിക്കേണ്ട ഷൗക്കത്താണ്. UDPൻ്റെ വോട്ട് എന്തായാലും അടുത്ത വർഷത്തിന് കിട്ടൂല. എന്തായാലും കേരളത്തിലെ ഒന്നടക്കം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വരാജ് ജയിക്കണം എന്നാണ്. UDF വാങ്ങിക്കഴിഞ്ഞാൽ ഇത് വർഗീയ വോട്ട്, LDF വാങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതാണ് LDFൻ്റെ നയം. എന്തായാലും നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു 20,000 ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും.